ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അഡ്വാൻസ്ഡ് ക്ലീനപ്പ് ആണ്. ക്ലീനപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. ക്ലീനപ്പ് കോമൺ ആയിട്ട് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കുന്ന ക്ലീനപ്പിൽ കുറേ പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഡെഡ് സെൽസ് റിമൂവ് ചെയ്യുന്ന ഒരു ക്ലീനപ്പാണ് കാണിക്കുന്നത്. ക്ലീനപ്പിൽ തന്നെ ഓയിലി സ്കിന്നിന് വേണ്ടുന്ന ക്ലീനപ്പ് ഉണ്ട്, ഒരുപാട് പിമ്പിൾസ് ഉള്ള ഫേസിൽ ചെയ്യുന്ന ക്ലീനപ്പ് ഉണ്ട്, അങ്ങനെ പലതരം ക്ലീനപ്പ് ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഡെമോ കാണിക്കുന്നതായിരിക്കും. ഇതിൽ ആദ്യം ചെയ്യുന്നത് ഒരു ക്ലെൻസിങ് ആണ്. ഈ ക്ലെൻസിങ്ങിൻ്റെ പ്രത്യേകത, ഇതൊരു എൻസൈമാറ്റിക് ക്ലെൻസറാണ്. ഇത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ഫേസിലുള്ള ഡെഡ് സെൽസ് എല്ലാം ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വരുന്നുണ്ട്. നോർമൽ സ്ക്രബോ ഇതൊന്നും ചെയ്യുമ്പോൾ ഇത്രയും നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ക്ലീൻ ആവുന്നില്ല. ഈ എൻസൈമാറ്റിക് ക്ലെൻസറിൽ ഡെഡ് സെൽസ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലൂ ഉണ്ട്. ആ ഗ്ലൂ റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡബിൾ ഡെപ്ത് ക്ലെൻസിങ് ക്രീം വെച്ചിട്ട് ക്ലീൻ ചെയ്യാണ്. ഇത് സെക്കൻഡ് ലെവൽ ഓഫ് ക്ലെൻസിങ് ആണ്. വീണ്ടും നമുക്ക് എക്സസ് ഓയിലും ഡേർട്ടും ഒക്കെ ഫേസിലുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിതിൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലീനപ്പ് നമുക്ക് ഒരു മന്ത്ലി വൺസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി ട്വൈസ് വേണമെങ്കിലും ചെയ്യാം. ഒരുപാട് ഓയിലി ആണ് ഫേസ്, അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ട്വൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ നോർമലായിട്ടാണ് സ്കിൻ എന്നുണ്ടെങ്കിൽ 1 മന്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയാവും. എന്താ ക്ലീനപ്പിൻ്റെയും ഫേഷ്യലിൻ്റെയും വ്യത്യാസം എന്ന് വെച്ചാൽ, ക്ലീനപ്പിനകത്ത് മെയിനായിട്ട് നമ്മൾ ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് ക്ലീനപ്പിൽ പിമ്പിൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഉള്ള പിമ്പിൾസ് നമ്മൾ പെട്ടെന്ന് അത് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും ക്ലീനപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ക്ലീനപ്പിൽ മസാജ് വരുന്നില്ല. അതുപോലെ മറ്റ് മെഷീനറീസ്, ഫേഷ്യൽ റിജുവിനേഷനൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനറീസ് ഒന്നും ക്ലീനപ്പിൽ വരുന്നില്ല. കോമൺ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ്, അതായത് ഡി എന്ന് പറയും, ഗാൽവാനിക്കിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈ ഫ്രീക്വൻസി കൊടുത്തിട്ടും നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്കിൻ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ വെച്ചിട്ട് ഒന്ന് ടോൺ ചെയ്യുകയാണ്. ഇത് ചെയ്യുന്നത് വഴി നമുക്ക് സ്കിന്നിലെ ക്ലെൻസിങ് കൊണ്ട് ഉള്ള pH ബാലൻസിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പോഴ്സ് എല്ലാം ഒന്നും കൂടി ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സ്കിൻ കുറച്ചും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് വരും. നമ്മൾ ആദ്യം ചെയ്തല്ലോ എക്സ്ഫോളിയേറ്റിംഗ് ഒരു ക്ലെൻസർ വെച്ചിട്ട് ക്ലീൻ ചെയ്തു. ഇനിയും ഡീപ്പായിട്ടുള്ള ഡെഡ് സെൽസ് ഈ ഫേസിലുണ്ട്. അതും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെപ്പർമിൻറ്റ് എക്സ്ഫോളിയേറ്റിംഗ് ജെല്ല് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ സ്റ്റീം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീം 2 രീതിയിൽ കൊടുക്കും. ഇതിലിപ്പോൾ അധികം ഓയിലി ആയിട്ടുള്ള ഫേസ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ സ്റ്റീമാണ് ഈ ഫേസിൽ കൊടുക്കുന്നത്. ഇനി ഇത് കൂടുതൽ ഓയിലി ആണ്, ഒരുപാട് പിമ്പിൾ പ്രോൺ ഫേസ് ആണെങ്കിൽ ഓസോൺ എന്ന് പറയുന്നൊരു വേപ്പറായിരിക്കും കൊടുക്കുന്നത്. ഓസോൺ വേപ്പർ കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു ഡ്രൈയിങ്, ഹീലിംഗ്, ആൻറ്റിസെപ്റ്റിക് എഫക്റ്റ് കിട്ടും. അതായത് എക്സസ് ആയിട്ടുള്ള എല്ലാ ഓയിലും അത് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയും കില്ല് ചെയ്ത് ഒരു സ്റ്റെറിലൈസേഷൻ എഫക്റ്റ് ആയിരിക്കും ഓസോൺ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇല്ല. ഡെഡ് സെൽസ് ആണ് മെയിനായിട്ടും ഉള്ളത്. അതുകൊണ്ട് നമുക്കിതിലിപ്പോൾ നോർമൽ സ്റ്റീം കൊടുക്കാം. ഇതിൽ നമ്മൾ ഒരുപാട് സർക്കുലർ മോഷനിലൊന്നും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇട്ടിരിക്കുന്ന സ്ക്രബിനകത്ത് അധികം ഗ്രെയിൻസ് ഇല്ലാത്ത സ്ക്രബാണ്. ഇതിനകത്തും ഒരു എൻസൈം ഉണ്ട്. അത് തന്നെ നമുക്ക് നോർമൽ ഡെഡ് സെൽസ് ഈസി ആയിട്ട് റിമൂവ് ചെയ്തോളൂ. അതുകൊണ്ടാണ് ഇതിട്ടിട്ട് അധികം റൗണ്ട് മസാജ് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്യാത്തത്. നെക്സ്റ്റ് നമ്മളൊരു ഡയമണ്ട് പോളിഷ് മെഷീൻ ത്രൂ
ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാണ്. ഇപ്പോൾ സ്റ്റീം കൊടുത്തിരിക്കുന്നത് കൊണ്ട് എല്ലാം നന്നായിട്ട് സോഫ്റ്റായി ഇരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഒരു മാഗ്നിഫയിങ് ലെൻസിലൂടെ നോക്കാം. ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തീരെ ചെറിയ ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിലും എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്കിത് കൂടുതൽ വലുതായിട്ട് കാണാൻ പറ്റും. ഏകദേശം നന്നായിട്ട് ഫേസ് ക്ലീൻ ആയിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ളത് മാത്രമല്ല, നല്ല ഒരു ബ്രൈറ്റ്നസ് ഇപ്പോഴേ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഹൈഡ്രേറ്റിംഗ് ടോണർ വെച്ചിട്ട് ടോൺ ചെയ്യാണ്. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പപ്പായ ഡീപ്പ് ക്ലാരിഫയിങ് പാക്കാണ് ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് വഴി വീണ്ടും നമുക്ക് സ്കിൻ്റെ പോഴ്സ് എല്ലാം നന്നായിട്ട് റിഫൈൻഡ് ആയിട്ട് കിട്ടും. ഇത് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കിത് ഇട്ടിരിക്കാം. ഇനി ഈ ക്ലീനപ്പിൻ്റെ ആഫ്റ്റർ കെയർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ക്ലെൻസർ, അതുപോലെ വീട്ടിൽ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടോണർ, പിന്നെ SPF സൺ പ്രൊട്ടക്ഷൻ ക്രീം. ഇത് സ്കിൻ നോക്കി സ്കിന്നിനനുസരിച്ചിട്ടുള്ള പ്രൊഫഷണൽ പ്രോഡക്റ്റാണ് ഇവിടുന്ന് നമ്മൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ ക്ലയൻറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി ഈ ക്ലീനപ്പിൻ്റെ എഫക്റ്റ് കുറേ കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മറ്റേത് ചിലപ്പോൾ ക്ലീനപ്പ് മാത്രം ചെയ്തിട്ട് ഹോം കെയർ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം വീണ്ടും തിരിച്ച് ഈസി ആയിട്ട് വരുന്നത് കാണാറുണ്ട്. അപ്പോൾ പ്രോപ്പർ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് CTM റുട്ടീൻ എന്നാണ് അതിന് പറയുന്നത്. അത് കൂടെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസമായിരിക്കും ഈ അഡ്വാൻസ്ഡ് ക്ലീനപ്പ് വഴി കിട്ടുന്നത്. അപ്പോൾ ഇതിലിനി ഒരു 15 മിനിറ്റ്സ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി ഇത് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി എപ്പോഴും ഈ ക്ലീനപ്പിന് ശേഷം സൺസ്ക്രീൻ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണം. കാരണം ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയി ഇരിക്കുകയാണ്. അതുകൊണ്ട് സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഇതിന് ശേഷം മസ്റ്റാണ്. ഇപ്പം നന്നായിട്ടത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സൺസ്ക്രീൻ ഞങ്ങൾ അപ്ലൈ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഒരു സ്പ്രേ ഫോമിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പോടു കൂടി നമ്മളിന്ന് കാണിച്ച അഡ്വാൻസ്ഡ് ക്ലീനപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇത് മന്ത്ലി ട്വൈസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി വൺസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കും.